പ്രകടനം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായിട്ടാണ് CPM-കാരെ ആക്രമിച്ചത്. എന്നിട്ട് പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയുടെ വലിയൊരു യുദ്ധപ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഈ ആരോപണം ഉന്നയിച്ച പാർട്ടി നേതാവ് തന്നെ വധഭീഷണിയിലാണ്. TP ചന്ദ്രശേഖരന് സംഭവിച്ചത് അദ്ദേഹത്തിന് സംഭവിക്കുമെന്നുള്ള ഭയത്തിലാണ് നിൽക്കുന്നത്. പയ്യന്നൂരിൽ രക്തസാക്ഷി ഫണ്ട് കവർന്നെടുത്തു എന്ന് പാർട്ടിയുടെ മുതിർന്ന നേതാവ് തന്നെ ആക്ഷേപിച്ച MLA-യുടെ വസതിയിലേക്ക് പ്രകടനം നടത്തിയ കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായിട്ടാണ് CPM-കാരെ ആക്രമിച്ചത്. എന്നിട്ട് പയ്യന്നൂർ ഏരിയ സെക്രട്ടറിയുടെ വലിയൊരു യുദ്ധപ്രഖ്യാപനം ഉണ്ടായിരുന്നു. ആര് മാർച്ച് നടത്തിയാലും അവരെ ക്രൂരമായി മർദ്ദിക്കുമെന്നുള്ള ധിക്കാരം നിറഞ്ഞ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ജില്ലയിലാണ് ഒരു പാർട്ടി സെക്രട്ടറി ആരെയും എന്തും ചെയ്യും, എന്ത് അക്രമം നടത്തുമെന്നുള്ള അക്രമവാസന വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവന നടത്തിയത്. CPM ഇത് തന്നെയാണ് CPM-ൻ്റെ സ്വതസിദ്ധമായ സ്വഭാവം. ഈ ഗുണ്ടായുസവും ഈ വൃത്തികേടും അവസാനിക്കാനുള്ള സമയമായി. അവസാനത്തിൻ്റെ ആരംഭമാണ് ഈ കാണിക്കുന്നത്. ഇത്തരം യുദ്ധപ്രഖ്യാപനങ്ങൾ കൊണ്ടോ ഭീഷണികൾ കൊണ്ടോ ഒന്നും ഞങ്ങളെ തടുത്തു നിർത്താൻ പറ്റില്ല. മാത്രമല്ല, ഈ ആരോപണം ഉന്നയിച്ച പാർട്ടി നേതാവ് തന്നെ വധഭീഷണിയിലാണ്. TP ചന്ദ്രശേഖരന് സംഭവിച്ചത് അദ്ദേഹത്തിന് സംഭവിക്കുമെന്നുള്ള ഭയത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ പാർട്ടിക്കെതിരായിട്ട് ആര് സംസാരിച്ചാലും അവരെ ഇല്ലാതാക്കും എന്നുള്ള ധിക്കാരം നിറഞ്ഞ ഈ സമീപനത്തിനെതിരായി അതിശക്തമായി ഞങ്ങൾ നിലകൊള്ളും. ഇവർക്കെതിരായിട്ടുള്ള ഇത്തരം പ്രഖ്യാപനങ്ങൾ നടത്തുകയും അക്രമം നടത്തുകയും ചെയ്ത അക്രമകാരികൾക്കെതിരായി നിയമപരമായി നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഏതറ്റം വരെയും പോകും. കാരണം ഇത് അക്രമത്തിനുള്ള പ്രഖ്യാപനമാണ്, പരസ്യമായ പ്രഖ്യാപനമാണ്. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ നിന്നാണ്. മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ നിന്ന് അങ്ങനെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ നീതിന്യായ വ്യവസ്ഥ ഇവിടെ നിലനിൽക്കണം, ഇവിടെ ക്രമസമാധാനം നിലനിൽക്കണം. അതിനുള്ള ഉത്തരവാദിത്തമുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല കൂടിയാണ് മുഖ്യമന്ത്രി. ഗൗരവത്തോടു കൂടി ഇത് ചെയ്യണം. ഈ കണ്ണൂരത്തെ വിഷയത്തിൽ നിയമപരമായ ഏതെങ്കിലും തരത്തിലുള്ള നീക്കം കോൺഗ്രസിന്റെ ഭാഗത്ത് തീർച്ചയായിട്ടും ചെയ്യും. നിയമപരമായ നടപടികൾ ഗവൺമെൻറ്റും പോലീസും സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായ നടപടികൾ സ്വീകരിക്കും, ഉറപ്പായി സ്വീകരിക്കും.